ഹായ് മക്കളെ, ഈ 21 ചോദ്യം പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ മറ്റൊരു ചോദ്യം പഠിക്കാൻ പോയാൽ മതി ഈ +2 ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. സോ നമ്മൾ കാര്യത്തിലേക്ക് വരികയാണ്. +2 ഫിസിക്സിൽ 54 മാർക്കോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ഈ ചോദ്യങ്ങൾ തന്നെ ധാരാളമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാൻ ഓരോ ചോദ്യം ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയുന്ന ചോദ്യത്തിൻ്റെ നമ്പേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ് ചെയ്ത് താഴെ കമൻറ്റ് ചെയ്യുക. എന്നതിന് ശേഷം മാത്രം നിങ്ങൾ തുടർന്ന് കാണാം കേട്ടോ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചാപ്റ്റർ വൈസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട ചോദ്യങ്ങൾ 6 എണ്ണമാണ്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യമായിട്ട് എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ വേഗം ഒന്ന് കമൻറ്റ് ചെയ്തോ. ഇത് പോസ് ചെയ്തിട്ട് ഒരുമിച്ച് കമൻറ്റ് ചെയ്താലും മതി കേട്ടോ. അടുത്തത് സ്റ്റേറ്റ് കൂളംസ് ലോ ആണ്. കൂളംസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ അതിൻ്റെ ഇക്വേഷൻ, അതുമായി ബന്ധപ്പെട്ട ചെറിയ പ്രോബ്ലംസ് നിങ്ങൾ തയ്യാറെടുക്കണം. ആൻഡ് മൂന്നാമത്തെ ചോദ്യമായിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നും ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ്, അതുപോലെ പോയിന്റ് ചാർജിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാൻ നിങ്ങൾ ഉറപ്പുവരുത്തുക. ഒരു കുഞ്ഞു പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യുക വേണം, തയ്യാറെടുത്ത് വെച്ചോ. ആൻഡ് നാലാമത്തെ ചോദ്യമായി ഞാൻ മസ്റ്റായിട്ട് പറയുന്നു, ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് അറിയണം, ഈ ഡൈപോൾ മൊമെൻ്റ് എന്താണെന്ന് അറിയണം, അതുപോലെ ടോർക്ക് ഓൺ ഡൈപോളിൻ്റെ ഡെറിവേഷൻ. കുഞ്ഞു ഡെറിവേഷനാണ്, 3 സ്റ്റെപ്പേ ഉള്ളൂ, പഠിക്കുക. ഏറ്റവും സിമ്പിൾ സ്റ്റെപ്പ് നമ്മൾ ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്താണ്. അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ആക്സിയൽ ലൈൻ നിങ്ങൾ ആദ്യം പഠിക്കുക. അതിനുശേഷം മാത്രം ഇക്വിറ്റോറിയൽ പോയിന്റ് നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആക്സിയൽ ഇലക്ട്രിക് ഫീൽഡ് പഠിക്കുക ഡൈപോളിൻ്റെ കേസിൽ. ആൻഡ് അഞ്ചാമതായത് നിങ്ങൾ പഠിക്കേണ്ട കാര്യം മസ്റ്റാണ്, ഈ ഗോസസ് ലോ വിട്ട് ഒരു കളിയുമില്ല. ഒരു ടീച്ചേഴ്സും ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യില്ല. ഗോസസ് ലോ സ്റ്റേറ്റ് ചെയ്യാനും അതിൻ്റെ അപ്ലിക്കേഷനായിട്ട് നിങ്ങൾക്ക് 3 എണ്ണം ഉണ്ട്. അതിൽ നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കേണ്ട ഏതാ അറിയോ, ലൈൻ ചാർജിൻ്റെ ആണ്. ആ ലൈൻ ചാർജിൻ്റെ മസ്റ്റായിട്ട് പഠിക്കുക. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം ഷെല്ല് പഠിക്കുക. ഷെല്ലില്ലേ അല്ലെങ്കിൽ ഹോളോസ്പിയർ ഇല്ലേ, അത് പഠിക്കുക. പ്ലെയിൻ ഷീറ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഈ 2 എണ്ണം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. ആൻഡ് ലാസ്റ്റ് ചോദ്യമായിട്ട് ഈ ചാപ്റ്റർ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് കാറിൽ ലൈറ്റിംഗ് അടിക്കുന്ന അല്ലെങ്കിൽ കേവിലെ ലൈറ്റിംഗുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൂടി ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇനി സെക്കൻഡ് ചാപ്റ്ററിലോട്ട് വരുന്ന സമയത്ത് നെക്സ്റ്റ് കണ്ടല്ലോ, ഞാൻ ബാക്കി 6 ചോദ്യങ്ങളാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചോദ്യങ്ങൾ ആ ക്രമീകരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് എത്ര അറിയാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഓർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്നുള്ള ഡെഫിനീഷൻ, അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ, ഒരു പോയിന്റ് ചാർജിൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേഷൻ ഒന്ന് അറിഞ്ഞു വെക്കണം. മസ്റ്റായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ആൻഡ് അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് പൊട്ടൻഷ്യലും ഫീൽഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അതൊരു 1 മാർക്ക് ക്വസ്റ്റ്യനാണ്, പക്ഷെ അത് പക്കാ ഷുവറാണ്. അടുത്തത് എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ പ്രോപ്പർട്ടീസും നമ്മളോട് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ചോദ്യമാണ്. അടുത്തത് കപ്പാസിറ്റൻസ് എന്താണെന്നും അതിൻ്റെ യൂണിറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ 2 ചോദ്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഒന്നെന്താണ് സീരീസിൻ്റെയും പാരലലിൻ്റെയും എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ ഡെറിവേഷൻ. മസ്റ്റാണ്. ആൻഡ് എന്തൊക്കെ സ്കിപ്പ് ചെയ്താലും, ഈ എല്ലാ ചോദ്യം സ്കിപ്പ് ചെയ്താലും ഈ കാണുന്ന ചോദ്യം നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. കാരണം എന്താ അറിയോ, ഇത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഡെറിവേഷൻ ആണ്. മസ്റ്റായിട്ട് പഠിക്കുക കേട്ടോ. ആൻഡ് തേർഡ് ചാപ്റ്റർ കറന്റ് ഇലക്ട്രിസിറ്റി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദ്യങ്ങളുടെ എണ്ണം കുറവാണ്, കാരണം ടോപ്പിക്സ് കുറവാണ്. അത് നോക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓംസ് ലോയും അതുമായി ബന്ധപ്പെട്ട ഗ്രാഫും ആ ടെമ്പറേച്ചർ വേരിയേഷനൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ആ റെസിസ്റ്റിവിറ്റിയും കൂടി കണക്ട് ചെയ്ത് പഠിച്ചാൽ പെർഫെക്റ്റ് ആയി കേട്ടോ. അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. ഇത് ഇവിടുത്തെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ കേട്ടോ. ഡ്രിഫ്റ്റ് വെലോസിറ്റിയിൽ തന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്നും ഇനി അതിനുമായി ബന്ധപ്പെട്ട 3 റിലേഷൻഷിപ്പ് ഉണ്ട്. ഒന്ന് കറണ്ടുമായിട്ട്, ഒന്ന് റിലാക്സേഷൻ ടൈം, ഒന്ന് കറണ്ട് ഡെൻസിറ്റി. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നിങ്ങളോട് ചോദിക്കുക. അത് നിങ്ങളുടെ ടീച്ചറെ ഡിപ്പെൻഡിങ് കേട്ടോ, അവരേതെങ്കിലും ഒന്ന് ചോദിക്കും. അടുത്തത് നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഏതാ അറിയോ, ഈ കിർച്ചോഫ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പഠിക്കുക. അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലം പഠിച്ചില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കിർച്ചോഫ് ലോസ് എന്താണ് സ്റ്റേറ്റ് ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. ആൻഡ് അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത് ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജാണ്. ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജാണ് ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ. ഒന്ന് പോസ് ചെയ്യുക. എത്ര ചോദ്യം അറിയാൻ നിങ്ങൾ ഓൾറെഡി അറിയാമെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്തതിലോട്ട് പോവുകയാണെങ്കിൽ മൂവിങ് ചാർജ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അത്യാവശ്യം വലുതാണ്. അപ്പോൾ അതിലോട്ട് വരുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പഠിക്കേണ്ടത് ലോറൻസ് ഫോഴ്സ്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്, അല്ലെങ്കിൽ ആ ഫീൽഡുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അറ്റ്ലീസ്റ്റ് ലോറൻസ് ഫോഴ്സും അതിൻ്റെ ഇക്വേഷൻസ് എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത് ആംബിയർ സർക്യൂട്ടൽ ലോ
അത് സ്റ്റേറ്റ് ചെയ്യാനാ. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആട്ടോ, ഇത് പക്കാ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പിന്നീട് അതിൽ 2 ഡെറിവേഷൻസ് കാണാറുണ്ട്. ഒന്ന് എന്താ അറിയോ, ഒന്ന് ലോങ് സ്ട്രേറ്റ് കണ്ടക്ടറിൻ്റെയും പിന്നൊന്ന് സോളിനോയിഡിൻ്റെയും. ഈ സോളിനോയിഡ് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി എഫേർട്ട് എടുത്ത് പഠിക്കുക. സോളിനോയിഡാണ് കുട്ടിയെ കൺഫ്യൂഷൻ ഉണ്ടാവാറ്. സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡെറിവേഷൻ പ്രോപ്പറായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ പക്ഷേ ഈസി ആയുള്ള സാധനമാണ് ബയോട്ട് സവാർട്ട്സ് ലോ. ആ ബയോട്ട് സവാർട്ട് ലോയിൽ ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ, അതേതാ, സർക്കുലാർ ലൂപ്പുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡെറിവേഷൻ ആണ്. അപ്പോൾ ഇതൊരു പക്കാ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ കേസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 5 മാർക്ക് വരെ വന്നേക്കാം. 5 മാർക്ക് ഈ ഒറ്റ ചോദ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, മസ്റ്റാണ്. ആൻഡ് അടുത്തത് ഇത് കുഞ്ഞു ടോപ്പിക്കാണ്, ഫൈൻഡ് ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ കണ്ടക്ടേഴ്സ് ക്യാരിയിങ് കറണ്ട് എന്നാണ്, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് മാറിപ്പോയതാണ്. ഈ ചോദ്യം നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിൻ്റെ ഇക്വേഷൻ, 2 പാരലൽ കണ്ടക്ടേഴ്സ് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് അട്രാക്ഷൻ അല്ല എപ്പോഴാണ് റിപ്പൾഷൻ എന്നും കൂടി ഓർത്തു കേട്ടോ. ആൻഡ് അടുത്തതായിട്ട് ഞാൻ 22nd ആയിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് അറിയോ, കൺവേർഷൻ ഓഫ് ഗാലോനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ ആൻഡ് വോൾട്ട്മീറ്റർ. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നിങ്ങളുടെ ടീച്ചർ ചോദിച്ചിരിക്കും കേട്ടോ. ഇവിടുന്ന് നിങ്ങൾക്ക് 5 മാർക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് 10 അതിലധികമോ മാർക്ക് വരും. ഇനി ചില കുട്ടികൾക്ക് മാത്രം 5ാമത്തെ ചാപ്റ്റർ ഉണ്ടെങ്കിൽ അവർ മാത്രം എന്ത് ചെയ്യുക, ഈ നമ്പേഴ്സ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. 22, 23 എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്താൽ മതി. ഒന്ന് പോസ് ചെയ്യുക. ഇതിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എങ്കിലും പഠിച്ചിരിക്കുക. ഒന്ന്, എന്താണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം? ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലേ ഇൻ മാഗ്നറ്റിസവും. അതുപോലെ പാരാ, ഫെറോ, ഡയ, ഈ 3 സബ്സ്റ്റൻസിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസും ഇവരുടെ പ്രോപ്പർട്ടീസും ഇവരുടെ എക്സാമ്പിൾസും നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കുക. സോ ടോട്ടൽ നമ്മൾ 23 1 24 ചോദ്യങ്ങളാണ് ടോട്ടൽ ഡിസ്കസ് ചെയ്ത്. ഇതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എന്ത് ചെയ്യുക, ഫൈനലായിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതായത് 24 എത്ര എണ്ണം ഓൾറെഡി അറിയാം നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ കേട്ടോ.